അമ്മ വാഷ്റൂമിൽ ഇല്ല വെറുതെ. ഇവളിതെവിടെ പോയി? ഇല്ലേ മോളെ, ചേച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പൊ കല്യാണ പെണ്ണങ്ങോട്ട് പോയി? ഈശ്വരന്റെ മോൾ ഇതെവിടെ പോയി? അമ്മോ, ഒന്ന് മാറിക്കേ. എന്താ അമ്മോ? കഴുത്തിൽ വീഴാൻ പോകുന്ന താലിച്ചരടിനേക്കാൾ വില സ്വന്തം സ്വപ്നങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനുമാണെന്ന് ഒടുവിൽ അമൃത തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാവും അവൾ സ്വയം ഇവിടുന്ന് രക്ഷപ്പെട്ടത്. അമ്മോ, ഇവളിതെവിടെ പോയി? ഈശ്വര, വന്നേ. ഈ കൊച്ചി പോയി? എവിടെ പോയി? വിളിച്ചോടി വല്ലതും പോയോ? ആർക്കറിയാം. പോ. അച്ഛാ, അമൃത മോളെ കാണാനില്ല. എന്റെ ഈശ്വര. യെസ്. ശ്രീ, എഴുന്നേൽക്കരുത്. മണ്ഡപത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ വരൻ വിവാഹം കഴിയാതെ എഴുന്നേൽക്കാൻ പാടില്ല. നമ്പ്യാർ സാറേ, അമൃത ഇല്ലാതെ താലിയിട്ട് നടക്കില്ലല്ലോ. ശ്രീ, ഒരു പരിഭ്രമത്തിന്റെയും ആവശ്യമില്ല. അവൾ വേറെ എവിടെ പോകാനാ? അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. രാജാ, ബാല, എന്താ ഇങ്ങനെ എല്ലാരും മേടിച്ചു നിൽക്കുന്നത്? അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. പോ, ഇവിടെ എല്ലാം ഒന്ന് അരിച്ചു പറിക്ക് നോക്ക്. ചെല്ല്, പോയി നോക്ക്. സൂത്രേ, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. അയ്യോ, അമ്മ നമ്മളെ ചതിക്കോടൂ. ഈ വേദന നിങ്ങൾ സ്വയം വരുത്തി വെച്ചതാണച്ചാ. എൻ്റെ പൊന്നു മുത്തശ്ശ, അരിച്ചു പറക്കി നോക്കിയിട്ട് ഒരു കാര്യമില്ല. ചേച്ചി എൻ്റെ കൂട്ടുകാർ ഇതിനകം എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു കാണും. അമ്മേ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അതെ, ആ പെണ്ണ് മുങ്ങിയതാ. പാവ എന്റെ ശ്രീയേട്ടൻ. മോളെ, എടീ, നമ്മുടെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് ആ പെണ്ണിന് ഓടിപ്പോന്നോന്നേ. എന്തായാലും കല്യാണം മുടങ്ങിയല്ലോ, എനിക്കത് മതി. കല്യാണം അത് മുടങ്ങില്ല. കല്യാണം മുടങ്ങിയില്ലേ? നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നേ?